മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കളക്ടർക്കെതിരെ ഒളിയമ്പുമായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ തുടർ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് വെളിച്ചെണ്ണ വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാനിടയാക്കിയത്. ഇന്ന് കർക്കിടകം 1. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. വിശദമായ വാർത്തകളിലേക്ക്. കളക്ടർക്കെതിരെ ഒളിയമ്പുമായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഏതാനും ചില IAS ഉദ്യോഗസ്ഥർ തങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നു. അത് ആലോചിച്ചു വേണം. ഭൂവിനിയോഗ ചട്ട ഭേദഗതി പ്രഖ്യാപിക്കുമ്പോൾ ഇടുക്കിയിൽ ആദ്യം തുറക്കുന്ന പാർട്ടി ഓഫീസ് ശാന്തൻപാറയിലെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസായിരിക്കുമെന്നും CV വർഗീസ് ചിന്നക്കരാലിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വർഗീസ്. ഇവിടെ ഏതാനും IAS ഉദ്യോഗസ്ഥന്മാർ പേടിപ്പിക്കുന്നോർത്തോണം കേട്ടാ. ഞങ്ങളോട് കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, തമിഴ് എനിക്ക് നല്ല പിടിയില്ല. ഞാൻ പറയുന്ന മലയാള വാക്ക് നിങ്ങൾക്കെല്ലാം പിടിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വാക്ക് കിള്ളാതെ കിള്ളാതെ തായ് മണിയെ കിള്ളാതെ 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 തായ് മണിയെ കിള്ളാതെ എന്ന് പറഞ്ഞ പോലെ കിള്ളാതെ കിള്ളാതെ നമ്മളെ കേൾക്കേണ്ടത്. നമ്മൾ മര്യാദയ്ക്ക് രാഷ്ട്രീയ ബോധം നടത്തും. ജനങ്ങളോടുള്ള കാര്യമൊക്കെ പറയും. ജനങ്ങളുള്ള കാര്യം ഉള്ളതുപോലെ പറയും. ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കും, നിലപാടെടുക്കും. ആ നിലപാടിനിപ്പോൾ കണ്ടില്ലേ, 2 ദിവസം മുഴുവൻ പറയും. അനധികൃത നിർമ്മാണത്തെ തുടർന്ന് വിവാദമാവുകയും പിന്നീട് കോടതി ഇടപെടലുകൾ വരെ ഉണ്ടായ CPIM ശാന്തമ്പാറ ഓഫീസ് തുറക്കുമെന്ന പ്രഖ്യാപനവും CV വർഗീസ് നടത്തി. ഭൂവിനിയോഗ ചട്ട ഭേദഗതി പ്രഖ്യാപിക്കുമ്പോൾ ഇടുക്കിയിൽ ആദ്യം തുറക്കുന്ന പാർട്ടി ഓഫീസ് ശാന്തമ്പാറയിലെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസായിരിക്കുമെന്നും CV വർഗീസ്. ഓഗസ്റ്റ് മാസത്തിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളാകെ ഇനി അവശേഷിക്കുന്നത് 93 ഭൂവിനിയോഗ നിയമത്തിലെ ചട്ടങ്ങളും
1964 ഭൂവിനിയോഗ ചട്ടനിയമവും ഭേദഗതി ചെയ്ത് വിജ്ഞാപനം വരുന്നതോടുകൂടി ഈ ഓഗസ്റ്റ് മാസത്തെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇടുക്കി ജില്ലയിലെ എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ആ പരിഹരിക്കപ്പെടുന്ന ദിവസം ഏറ്റവും ആദ്യമായി ഇടുക്കി ജില്ലയിൽ ഒരു പാർട്ടിക്ക് ഒരു ആഫീസ് തുറക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ശാന്തമ്പാറ ആഫീസായിരിക്കും. ഒരു തർക്കവുമില്ല, ആദ്യമായി തുറക്കുന്നത് ആ ആഫീസായിരിക്കും. അത് പറഞ്ഞതിന്റെ പേരിലാണ് സി വർഗീസ് ഹൈക്കോടതി കയറി നിൽക്കുക. ഇടുക്കി ജില്ലയിലെ വികസനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ കപട പരിസ്ഥിതിവാദികളും ചില ഉദ്യോഗസ്ഥരും ചേർന്ന നീക്കം നടത്തുകയാണെന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ തുടർ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. നേരിമംഗലം മുതൽ വളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31-ന് 6 മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തു നിന്ന് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കും. അടിമാലിയിൽ നടന്ന NH സംരക്ഷണ സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾക്ക് പിന്നാലെ തുടർ സമര പരിപാടികൾക്കും കളമൊരുങ്ങുകയാണ്. വനം വകുപ്പിനെതിരെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഷേധം ഉയരുന്നത്. വിഷയത്തിൽ സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളിലും ഇടപെടലുകളിലും തീരുമാനം കൈക്കൊള്ളാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാൺ ഇടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31-ന് 6 മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. വനമേഖലയിലൂടെ കടന്നു പോകുന്ന 14.5 കിലോമീറ്റർ ദൂരത്തിന് വനം വകുപ്പിന് അവകാശമില്ലെന്നും റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും 6 മാസം മുമ്പ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതാണ്. പരിസ്ഥിതിവാദികളെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും കൂട്ടുപിടിച്ച് പാതയുടെ നിർമ്മാണത്തിന് തടയിട്ടുകൊണ്ടുള്ള കോടതി വിധിക്ക് പിന്നിൽ വനം വകുപ്പിന്റെ രഹസ്യ അജണ്ടയാണെന്നുള്ള വിമർശനം യോഗത്തിൽ ഉയർന്നു. സർക്കാരിന് വനം വകുപ്പിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമായിരിക്കുന്നതെന്നും ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ ലോബിയെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സമിതി ചെയർമാൻ PM ബേബി അധ്യക്ഷത വഹിച്ചു. അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരവേലി, ഡയസ് പുല്ലൻ, ഹാപ്പി K വർഗീസ്, MB സൈനുദ്ദീൻ, CS നാസർ, ജേക്കബ് പുല്ലൻ, PV അഗസ്റ്റിൻ, VK ബിജു, ജോൺസൺ ഐസക്, KH അലി, രാജീവ് പ്ലാമൂട്ടിൽ, ലൈജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് വെളിച്ചെണ്ണ വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയത്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ 420-ഉം റീറ്റെയിൽ കടകളിൽ 450-നും 480-നും മുകളിലാണ് നിലവിലെ വില. സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കി വിപണിയിൽ വെളിച്ചെണ്ണ വില കുതിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ വർധനവ് വന്നു തുടങ്ങിയത്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ 420-ഉം റീറ്റെയിൽ കടകളിൽ 450-നും 480-നും മുകളിലാണ് നിലവിലെ വില. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ ഓണമെത്തും മുൻപ് വെളിച്ചെണ്ണ വില 600 കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഓണക്കാലം മുതൽ വെളിച്ചെണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊപ്ര വില കൂടി ഇപ്പോൾ 480 രൂപ ലിറ്ററിനും 520 രൂപ കിലോയ്ക്കും വിൽക്കുന്നുണ്ട്. അതായത് മില്ലുകളിൽ. കടകളിൽ ഇപ്പോൾ 450 രൂപ 460 രൂപ കടകളിൽ ലിറ്റർ വിൽക്കുന്നുണ്ട്. കൊപ്രയുടെ വിലയാണെങ്കിൽ 285 290 രൂപ വിലയായി. ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അറിയില്ല. വരുന്ന 5 കസ്റ്റമർ വരുവാണെങ്കിൽ 2 പേർ മേടിക്കാതെ തിരിച്ചു പോവാം. 3 പേരും 5 കിലോ മേടിക്കുവാണെങ്കിൽ ഒരു 2 കിലോയൊക്കെ മേടിക്കുന്നത്. 1 ലിറ്റർ മേടിക്കുന്നവർ 1/2 ലിറ്ററാണ് മേടിക്കുന്നത്. തേങ്ങയുടെ ക്ഷാമവും വിലവർധനയും കൊണ്ടുതന്നെ അടുത്തെങ്ങും വെളിച്ചെണ്ണ വില താഴേക്കിറങ്ങുന്ന ലക്ഷണമില്ല. 180 രൂപയിൽ നിന്നാണ് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില 500-നടുത്ത് എത്തിയിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്നത് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നതായി വീട്ടമ്മമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. വെളിച്ചെണ്ണയുടെ വില ഉയരുന്നതുകൊണ്ട് പാം ഓയിലിനും സൺഫ്ലവർ ഓയിലിനും ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്.
വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണ കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിലക്കയറ്റം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണസദ്യയിൽ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത ഇനങ്ങളുടെ അളവും കുറയാനാണ് സാധ്യത. സിറ്റി വിഷൻ, അടിമാലി. ഇന്ന് കർക്കിടകം 1. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. തിരിമുറിയാതെ പെയ്യുന്ന മഴയിൽ കൃഷിനാശവും തൊഴിലില്ലായ്മയും രൂക്ഷമായിരുന്ന കർക്കിടകം. ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനായി ഭക്തിയിൽ അഭയം തേടുന്നവർ. സന്ധ്യാനേരങ്ങളിൽ എങ്ങും ഉയർന്നു കേൾക്കുന്ന രാമായണ ശീലുകൾ കർക്കിടക മാസാരംഭത്തിന് മുമ്പ് തന്നെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കും. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലാണ് ഒരു മാസം രാമായണ പാരായണം. രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല, മനസ്സിലെ വിദ്വേഷങ്ങളാണെന്നാണ് വിശ്വാസം. പൂർവികരെയും മൺമറഞ്ഞ പിതൃക്കളെയും ഓർമ്മിക്കാനായി കർക്കിടക വാവിന് പിതൃക്കൾക്ക് ബലിതർപ്പണവും നടത്തും. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും ഇവിടെ തുടങ്ങുകയാണ്. കർക്കിടകം ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണ്. ഈ മാസം കർക്കിടക കഞ്ഞിയും മരുന്ന് കഞ്ഞിയും തയ്യാറാക്കി കഴിക്കുന്നത് പതിവാണ്. കർക്കിടക കഞ്ഞിയിൽ ഔഷധ ഗുണങ്ങളുള്ള വിവിധതരം പച്ചമരുന്നുകളും ധാന്യങ്ങളും ചേർക്കുന്നു. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ശരീരത്തിന് ഉണർവ് നൽകാനും ഇത് ഉത്തമമാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. CPI മുതിർന്ന നേതാവും ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്ന പി പളനിവേൽ അന്തരിച്ചു. പുലർച്ചെ 6 മണിയോടെ ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും ദേവികുളം എംപ്ലോയീസ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി പളനിവേൽ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. വൃക്കരോഗബാധയെ തുടർന്ന് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പുലർച്ചെ 6 മണിയോടെ അന്ത്യം സംഭവിച്ചത്. വൃക്കരോഗത്തിനൊപ്പം ന്യൂമോണിയയും ബാധിച്ചിരുന്നു. നാളെ രാവിലെ 9 മണി മുതൽ 1 മണി വരെ മൂന്നാർ CPI ഓഫീസിൽ പൊതുദർശനം നടത്തും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകളും നടത്തും. ഭാര്യ ജപക്കനി, മക്കൾ മുരുകനന്ദൻ, ജയലക്ഷ്മി, വി സോനന്ദിനി എന്നിവരാണ്. അതേസമയം പളനിവേലിന്റെ മരണത്തെ തുടർന്ന് ഇന്നു മുതൽ ആരംഭിക്കാനിരുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളന പരിപാടികൾ മാറ്റിവെച്ചതായി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അറിയിച്ചു. CPIയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താനിരുന്ന എല്ലാ പരിപാടികളും ഔദ്യോഗികമായി മാറ്റിവെച്ചതായി അറിയിക്കുകയാണ്. നാളെ 2 മണിക്കാണ് മൂന്നാറിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ സഖാവിൻ്റെ കൂടി ഓഫീസായിട്ടുള്ള മൂന്നാർ ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ്. ജില്ലാ സമ്മേളനം 19-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രതിനിധി സമ്മേളനം ആരംഭിക്കത്തുള്ളൂ. ജില്ലാ സമ്മേളനത്തിന്റെ ഇന്നും നാളെയും നടത്താനിരുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അറിയിച്ചു. അതേസമയം 19-ാം തീയതി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം നടത്തപ്പെടുമെന്നും സലിംകുമാർ പറഞ്ഞു. സിറ്റി വിഷൻ, മൂന്നാർ. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള റേഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇടമലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സൊസൈറ്റിക്കുടിയിലെ ഗിരിജൻ സൊസൈറ്റിയുടെ റേഷൻ കടയ്ക്ക് മുമ്പിലാണ് പ്രതിഷേധ സമരം നടന്നത്. കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടമലക്കുടിയിലേക്കുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ഷേപങ്ങളാണ് കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നത്. മഴക്കാലം ആരംഭിക്കും മുമ്പേ 3 മാസക്കാലത്തേക്കുള്ള റേഷൻ ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ സംഭരിക്കാറുണ്ടെന്നും എന്നാൽ ഇത്തവണ അത് ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ടുന്ന റേഷൻ ഈ മാസം പകുതിയായിട്ട് പോലും കുടിനിവാസികൾക്ക് ലഭ്യമാകുന്ന സാഹചര്യമില്ലെന്നും കോൺഗ്രസ്. വിഷയത്തിൽ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പേരിന് മാത്രം അരി എത്തിച്ചു നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതുമെന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരാരോപണം. പെട്ടിമുടിയിൽ നിന്നും സൊസൈറ്റിക്കുടിയിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിച്ചിരുന്ന കരാറുകാരന് കുടിശ്ശിക തുക നൽകേണ്ടതായുണ്ട്. ഇടമലക്കുടിയിലേക്കുള്ള റേഷൻ സാധനങ്ങൾ
പെട്ടിമുടി വരെ എത്തിക്കുന്നതിനുള്ള ചുമതലയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിനുള്ളത്. ഇവിടെ നിന്ന് സൊസൈറ്റിക്കുടിയിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കാനുള്ള ചുമതല ഗിരിജൻ സൊസൈറ്റി മുഖാന്തിരം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനാണ്. കരാറുകാരന് തുക കുടിശ്ശികയായി വന്നതോടെ ഇടമലക്കുടിയിലേക്ക് റേഷൻ എത്തുന്നതിൽ പ്രതിസന്ധിയുണ്ടായി. ഇത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിട്ടുണ്ടെന്നും സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് ഇടമലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിക്കുടിയിലെ ഗിരിജൻ സൊസൈറ്റിയുടെ റേഷൻ കടയ്ക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു. ഇടമലക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി രാജൻ, വൈസ് പ്രസിഡന്റ് മോഹൻദാസ്, നല്ലമുത്തു, രാധാകൃഷ്ണൻ, രാജേന്ദ്രൻ, കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ഊരുമൂപ്പൻ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടമലക്കുടിയിലേക്ക് റേഷൻ എത്തിക്കുന്നത് കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധവും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഉപരോധവും അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇടവേള. സത്യങ്ങൾ നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മലയോര ഹൈവേയിൽ രാജക്കാട് ടൗണിന് സമീപം റോഡ് വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് 1 വർഷം പിന്നിടുമ്പോഴും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ് INTUC പ്രവർത്തകർ. റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പ്രവർത്തകർ തകർന്നു കിടക്കുന്ന റോഡിൽ ഉപരോധം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേയായ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിലെ രാജാക്കാട് കുഞ്ചിത്തണ്ണി റൂട്ടിൽ രാജാക്കാട് ടൗണിന് സമീപമാണ് കഴിഞ്ഞ മഴക്കാലത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് സമീപത്തുണ്ടായിരുന്ന തോട്ടിലേക്ക് പതിച്ചത്. വാഹന ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമാണ്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് INTUC പ്രവർത്തകർ രംഗത്തെത്തിയത്. സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് ഇടിഞ്ഞിരിക്കുന്നവർക്ക് ഒന്ന് മണ്ണിടിയോ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിന്റെ കണ്ണു തുറക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇതെന്താണ് ഞങ്ങളുടെ ഒരു സൂചനാ പണിമുടക്ക് മാത്രം, സൂചനയുടെ പരിപാടി മാത്രമാണ്. ഇതിന് തക്കമായ ഒരു ശാസ്ത്രീയമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തുടർന്ന് ഇനിയും ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസും മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പ്രസ്ഥാനവും. അജി കാട്ടുമന അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ അനീഷ്, ജേക്കബ് മച്ചാനിക്കൽ, ബിനു ഉന്നാരംകല്ലേൽ, അലിയാർ, ഷിനോ, ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡ് പുനർനിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുമ്പോട്ടു പോകുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. CPIM നേതൃത്വത്തിൽ ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. CPIM മുതിർന്ന നേതാവും ഉടുമ്പൻചോല MLAയുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്നും MM മണി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെയും വർഗീയതയ്ക്കെതിരെയും രാജ്യവ്യാപകമായി CPIM നേതൃത്വത്തിൽ നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് CPIM ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങൾ തുറന്നു കാട്ടുന്നതിനു വേണ്ടിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സൂര്യനെല്ലി ടൗണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വേലുച്ചാമി അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മി സ്വാഗതം ആശംസിച്ചു.
CPIM മുതിർന്ന നേതാവും ഉടുമ്പൻചോല MLA-യുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. ഉറപ്പുകൾ പാലിക്കാൻ വേണ്ടി പൊതുവെന്ന ബാധ്യത അഭിവൃദ്ധമാക്കി മാർഷിക്കണം. ഈ രാജ്യത്തെ പുരോഗമന ജനാധിപത്യ ശക്തികളുണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ, NB സുനിൽകുമാർ, VV ഷാജി, VX ആൽബിൻ, NR ജയൻ, ലിജു വർഗീസ്, സേനാപതി ശശി, KK സജികുമാർ, PV പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. മൂന്നാറിൽ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ചയിലധികമായി ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാന കൃഷിനാശവും വരുത്തി. ஃப்ளாஷில் அடிக்கூடாது. அது எவ்வளோ அழகாக மேய்ஞ்சிட்டு இருக்கு பாருங்க. മഴക്കാലം എത്തിയിട്ടും കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയായിട്ടുള്ളത്. വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചിട്ടും പടയപ്പ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ്, ഗൂഡാർവിള മേഖലകളിലാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. ഒരാഴ്ചയിലധികമായി കാട്ടാന ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ആന പ്രദേശത്ത് കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. ആന പ്രദേശത്ത് തന്നെ തുടർന്നാൽ കൂടുതൽ കൃഷിനാശവും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടാക്കുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മറയൂർ മേഖലയിലായിരുന്ന പടയപ്പ അടുത്തയിടെയാണ് വീണ്ടും മൂന്നാർ മേഖലയിലേക്ക് തിരികെ എത്തിയത്. ഇതിനുശേഷം പടയപ്പ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. മാട്ടുപ്പെട്ടി ടൗണിലെത്തിയ പടയപ്പയെ ആളുകൾ തുരത്തി ഓടിക്കുകയും ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ മഴ പെയ്യുന്നതോടെ പടയപ്പ വനത്തിലേക്ക് പിൻവാങ്ങുമായിരുന്നു. പിന്നീട് വേനൽ കനക്കുമ്പോൾ മാത്രമേ ആന കാടിറങ്ങിയിരുന്നുള്ളൂ. ഇപ്പോൾ ആനയുടെ ഈ പ്രവണതയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ പടയപ്പ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല. ആനയുടെ ഈ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തിയത്. സംഘടനയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ആകെ വരുമാന മാർഗമായ ഒരേ ഒരു വരുമാന സ്രോതസ്സായ നമ്മുടെ വരുമാനം നിലച്ചു പോയാൽ, ആ കുടുംബം ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് വന്നാൽ, നമുക്കൊരു മാരകമായ രോഗം ബാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു മരണത്തെ തുടർന്നൊരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ ആ ഒരു കാലഘട്ടം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് തൊട്ടടുത്ത ഒരു വരുമാന സ്രോതസ്സിലേക്ക് ആ കുടുംബം എത്തിച്ചേരുന്ന അത്ര സമയം, ആ സമയത്തിലേക്കൊക്കെ നമുക്ക് ആ കുടുംബത്തിന് ഒന്ന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംഖ്യ കൊടുക്കണം എന്നൊരു ബോധ്യത്തിലാണ് 2009 നമ്മൾ തുടങ്ങിയ വെൽഫെയർ പദ്ധതി. പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KP റോയിച്ചൻ ചടങ്ങിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മീര കണ്ണൻ മുഖ്യപ്രഭാഷണവും സംഘടനാ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാഗതൻ ജില്ലാതല അവലോകനവും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് PR അനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിസാർ കാസിം ലൈഫ് ലൈൻ പദ്ധതിയുടെയും ജില്ലാ ട്രഷറർ സുമേഷ് S പിള്ള വെൽഫെയർ ആൻഡ് ഇൻഷുറൻസ് പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജൻ കൈരളി, ട്രഷറർ CD ജയപ്രസാദ്, ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ പ്രവീൺ ബാലൻ, MK മോഹൻ, സജീവ് മാധവൻ, MB പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. സിറ്റി വിഷൻ, അടിമാലി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളക്ടർക്കെതിരെ ഒളിയമ്പുമായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ തുടർ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് വെളിച്ചെണ്ണ വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാനിടയാക്കിയത്. ഇന്ന് കർക്കിടകം 1. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.